ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ജിൻസി കൂടത്തിൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്ന് എല്ലാവരും എൻ്റെ വീഡിയോസ് ഒക്കെ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വർക്കും കൊണ്ടാണേ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് വെറുതെ വെളിയിൽ കളയുന്ന നമ്മുടെ മുട്ടയുടെ തോട് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ എന്താണെന്ന് കണ്ടാലോ? ബായോ. നമ്മൾ മുട്ടയുടെ തോടെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി അതിനെ പകുതിയാക്കാൻ പോവുകയാണേ. ഇത്രയും വലുപ്പം നമുക്ക് ആവശ്യമില്ല, നമുക്കിതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആ വൈറ്റ് പോർഷൻ്റെ അവിടെ നിന്ന് മുമ്പോട്ട് വേണം കട്ട് ചെയ്യാൻ. ആദ്യം കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ദേ കാണുന്നത് പോലെ വൈറ്റ് ഭാഗത്തുനിന്ന് മുമ്പോട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഒരുപാടങ്ങ് പൊട്ടി വികൃതമാകത്തില്ല. അതിനകത്തൊരു കോട്ടിംഗ് ഉണ്ടല്ലോ, ഒരു പാട പോലെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഒത്തിരി വൃത്തികേടായിട്ട് കട്ടായി പോകത്തില്ല. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരു ഷേപ്പ് കിട്ടുകയും ചെയ്യുവേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 6 എണ്ണത്തോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്കിനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് അവസാനം നമ്മൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് പഴയൊരു കേക്ക് ബോർഡ് തന്നെയാണേ. അപ്പോൾ എൻ്റെ കയ്യിൽ റൗണ്ട് ഷേപ്പിൽ കേക്ക് ബോർഡാണ് ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് ചെയ്താൽ മതി. ചിലർക്ക് സ്ക്വയർ കിട്ടത്തില്ലേ. അപ്പോൾ അങ്ങനെ ഏതാണോ കയ്യിലുള്ളത് അത് വെച്ച് ചെയ്താൽ മതി. ഇനി കേക്ക് ബോർഡ് തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് ആണെങ്കിലും മതിയാവും. ഇപ്പോൾ ഷർട്ടൊക്കെ മേടിക്കുന്നതിൻ്റെ ഇതോ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ കാർഡ്ബോർഡ് പീസായാലും മതി. നമുക്കിതെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ ഫാബ്രിക് പെയിൻ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫാബ്രിക് പെയിൻറ്റ് നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനി അതില്ല എങ്കിൽ സ്കെച്ച് പെന്നോ ബ്രഷ് പെന്നോ മാർക്കറോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതിയാവും. പിന്നെ പല കളർ വേണ്ടത് കൊണ്ടാണ് ഞാൻ ഫാബ്രിക് പെയിൻറ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് കളറാണോ അതിൻ്റെ മുകളിലായിട്ട് അടിക്കുന്നത് അത് അകത്തും അത് തന്നെ അടിക്കാനായിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ നമുക്കൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ കേക്ക് ബോർഡിന് നമ്മളൊരു ബ്ലാക്ക് കളറ് അടിച്ചെടുക്കുന്നുണ്ട്. കാര്യം അതിൻ്റെ ഒരു പീസ് ഒരു സൈഡ് വൈറ്റാണ്, പക്ഷെ മറ്റേ സൈഡ് കുറച്ച് ഭാഗം ഇച്ചിരി വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലാക്ക് കളറിലെ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ബ്ലാക്ക് ചാർട്ട് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചാൽ മതിയാവും. എന്നാലും നമുക്ക് ആ ഒരു നമ്മൾ ഈ എക്ഷലിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു ഭംഗി വരണമെങ്കിൽ ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോഴാണ് ഒന്ന് കുറച്ചുകൂടെ ഭംഗി തോന്നുന്നത്. അല്ലെങ്കിൽ നല്ല വൈറ്റ് ആയിരിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല വൈറ്റ് പെയിൻ്റ് ഇല്ല, അപ്പോൾ അത് കാരണം ഞാൻ വൈറ്റ് എടുക്കുന്നില്ല. പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. ചാർട്ട് പേപ്പർ എൻ്റെ കയ്യിലില്ല, നോർമൽ A4 ഷീറ്റ് പേപ്പർ ഒട്ടിച്ചാൽ ശരിയാവത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെയിൻ്റാണ് അടിച്ചെടുക്കുന്നത്. ഇത് ഉണങ്ങാനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന സമയം കൊണ്ട് ബാക്കി ഷെല്ലൊക്കെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ അകവശമൊക്കെ പെയിൻറ്റ് ചെയ്തെടുക്കണമുണ്ടല്ലോ. അപ്പോൾ അത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാവേ. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു 3-4 കളർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ബ്ലാക്ക് കളർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ പോലെ ഒന്ന് വരയ്ക്കണം. ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മളിത് പെയിൻറ്റ് അടിക്കുമ്പോൾ സൂക്ഷിക്കണം. കാര്യം പകുതി നമ്മളിങ്ങനെ പൊട്ടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം വളരെ സോഫ്റ്റായിട്ട് പിടിക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവേ. പിന്നെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്താൽ ശരിയാവത്തില്ല, ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് പിടിക്കണം, ഒത്തിരി ഒന്നും പ്രസ് ചെയ്യാനൊന്നും പറ്റത്തില്ലേ. അപ്പോൾ നമ്മൾ അകത്തും കൂടെ ഒന്ന് പെയിൻ്റ് അടിക്കണം. നമ്മൾ അകത്തും പുറത്തും എല്ലാം അടിച്ച് പെയിൻ്റ് എല്ലാം ഉണങ്ങിയതിന് ശേഷമാണ് നമുക്കിനി ബ്ലാക്ക് പെയിൻറ്റ് ഇതിന് മുകളിലായിട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ ബ്ലാക്ക് പെയിൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കർ വെച്ച് വരച്ചാലും മതിയാവും. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ പ്രോജക്റ്റൊക്കെ ചെയ്യാനായിട്ട് എന്തായാലും വാങ്ങിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, ഇതേപോലുള്ള കളർ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പം ഏതാണോ വീട്ടിലുള്ളത് അത് വെച്ച് ചെയ്താൽ മതിയാവും. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇത് ചെയ്യുന്നതെങ്കിൽ കത്രികയൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ മാത്രമേ അതൊക്കെ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് എടുത്തിട്ട് ഒരു 3-4 വരയായിട്ട് മുകളിൽ താഴോട്ട് ഇട്ട് കൊടുക്കുക. അതേ സെയിം അളവിൽ തന്നെ അടിവശത്തും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടിവശം മാത്രം ഒരു ജസ്റ്റ് റാ പോലെ ഒന്ന് കർവ് ചെയ്തൊന്ന് കൊടുക്കണം. അത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ പരിപാടി. പെയിൻറ്റിങ് വർക്ക് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം.
അകത്തും പുറത്തും എല്ലാം നമ്മൾ ഒരേപോലെ ആയിരിക്കണം ചെയ്യുന്നത്. അതാവുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. ഓരോ ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണില്ല. നമ്മൾ ആ പിടിക്കുന്നിടമെല്ലാം പിന്നെയും ആ പെയിൻ്റായി വൃത്തികേടായി പോവാകെ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം പിടിക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുറത്തു നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ലീഫ് ഉണ്ടായിരുന്നു ഇവിടെ. നമ്മളൊരു കല്യാണത്തിന് പോയപ്പോഴോ അവിടെ ഇതുപോലെ ബൊക്കെന്ന് എങ്ങാണ്ട് അവർ അലങ്കരിച്ച എന്തോന്നൊക്കെ അടർന്നു വീണതാണേ. അപ്പോൾ അന്ന് കുഞ്ഞുങ്ങളതൊക്കെ പെറുക്കി, എൻ്റെ ഈ വട്ടൊക്കെ അറിയാവുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളങ്ങനെ പെറുക്കി വെച്ചിരുന്നതാണേ. അപ്പോൾ അതും കൂടെയാണ് ഞാൻ ഇതിലൊട്ടുന്നിപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പേപ്പർ ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് അതിനൊരു ഗ്രീൻ കളറിലെ പെയിൻറ്റും എല്ലാം അടിച്ചു കൊടുത്തിട്ട് ഒന്ന് വെച്ചാൽ മതിയാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ച കളറിലെ ചാർട്ട് പേപ്പർ ആണെങ്കിലും ചെറുതായിട്ട് ചുരുട്ടി ഇങ്ങനെ തണ്ട് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് വളച്ചൊട്ടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ എൻ്റെ ഈ ലീഫ് ഉള്ളത് കൊണ്ടാണ് ഞാനിതെടുത്ത് ഒട്ടിക്കാനായിട്ട് എടുത്തത്. അപ്പം നമുക്ക് ഈ പൂക്കളായിട്ട് ഒരുക്കി ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെക്സ് കിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കാര്യം ഫെവിക്കോളൊക്കെ ഒട്ടി വരാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലെക്സ് കിക്കാണ് എടുത്തിരിക്കുന്നത്. അതും കുഞ്ഞുങ്ങളൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം, കൈയൊക്കെ ഒട്ടിപ്പോകും. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? അപ്പോൾ ഞാനൊരു ഹാങ്ങിങ് പോലെ വെറുതെ ജസ്റ്റ് ബാക്കിലൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വോൾ ഡെക്കറായിട്ട് നമുക്ക് തൂക്കിയിടാം. അപ്പോൾ എല്ലാവരും കാണണം.